ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തി വചനം വചനം ദൈവത്തിൻ വചനം 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 ദൈവത്തിൻ വചനം. ജോൺസ, എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ഇങ്ങോട്ട് വാ. ഞാനിവിടെ വന്നതേ ഇവിടെ കയറിയത് ലോക്യം പറയാനല്ല. അവനാ നെൽസൺ അവിടെ ഉണ്ടെങ്കിലേ അവനോട് 2 വർത്താനം പറയാൻ വേണ്ടി വന്നതാ. എന്താ ജോൺസ? അത് അവനിങ്ങ് വരട്ടെ, അപ്പൊ അവനോട് ഞാൻ പറയാം. അപ്പൊ അവനോട് പറയുമ്പോ അപ്പ കേട്ടാ മതി ട്ടാ. ആഹാ, സാറിവിടെ ഉണ്ടായിരുന്ന? എടാ, നിനക്ക് മര്യാദ ഒന്നുണ്ടോ? നീ 6 മാസത്തെ അവധിയാണോ പറഞ്ഞിരുന്നത്? ഇപ്പൊ വർഷം 1.5 കഴിഞ്ഞാടാ. അല്ലളിയ, അത് പൈസ റെഡിയായില്ല, അതാ. അത് തന്നെ ഞാൻ ചോദിച്ചത്, നിനക്ക് മര്യാദ ഉണ്ടോന്ന്. അളിയനിരിക്കുക. നീ അങ്ങനെ ഇരുത്താൻ നോക്കിയതും വേണ്ട. എന്താ ജോൺസ, എന്താ കാര്യം? പുന്നാര മോനെ, വണ്ടി മേടിക്കാൻ നേരത്തെ കാശ് തികഞ്ഞില്ലെന്നും പറഞ്ഞേ പെങ്ങളെ റെക്കമെൻഡിൽ എൻ്റെ കയ്യിൽ നിന്നൊരു 10-60,000 രൂപ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 6 മാസത്തെ അവധി എന്നും പറഞ്ഞ് 1.5 വർഷം മുമ്പ് ആ കാശിന്റെ കാര്യം ഞാൻ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അമ്മയുള്ളപ്പോ ഒന്ന് പറയാതെ അവൻ എൻ്റെ വീട്ടിലേക്ക് പോന്നപ്പോ ഞാൻ ഇവിടെ ഒന്ന് പറയുന്നത് എൻ്റെ മര്യാദ. എന്തിനാണ് സുഖമില്ലാത്തവരെ വെറുതെ വിഷമിപ്പിക്കുന്നതെന്ന് വിചാരിച്ച? അപ്പൊ പറയ്, ഇന്ന് എനിക്ക് 2 രൂപ അറിയണം. എനിക്കെന്റെ കാശപ്പ കിട്ടും. അത് ഞാൻ ഉടനെ തന്നെ തരാം. അതെന്ത് വർത്താനോടാ? ഉടനെ എന്ന് പറഞ്ഞാ എപ്പോ, എന്ന്? അത് ഒരു 6 മാസം കൂടി. ഇനിയും 6 മാസോ? നീ എന്താ ആളെ പൊട്ടക്കളിപ്പിക്കാനാ? അതെ ജോൺസ, ഇതിന്റെ പേരിൽ ഇനിയൊരു സംസാരം വേണ്ട. 1 മാസത്തെ അവധി കൂടി എനിക്ക് തരണം. ആ, 1 മാസം കഴിഞ്ഞാ പിന്നെ സംസാരമില്ല. ജോൺസ, നീ വഴക്കിട്ടു പോലെ. എന്ത് വഴക്ക്? എനിക്ക് പോയിട്ട് വേറെ കാര്യങ്ങളുണ്ട്, അതാ. പിന്നെ വഴക്കാകും. ഇപ്പോഴല്ല, 1 മാസം കഴിഞ്ഞിട്ട്. ഇപ്പൊ പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിൽ ഇതൊരു സാമ്പിളാട്ടാ. ക്ഷമ കൊണ്ട് ഒരു ഭരണാധിപനെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞേക്കാം. മൃദുലമായ നാവിന് കടുത്ത അസ്ഥിയെപ്പോലും ഉടയ്ക്കുവാനുള്ള കരുത്തുണ്ട്. സുഭാഷിതങ്ങൾ 25-ാം അധ്യായം 15-ാം വാക്യം. എടാ, ഇങ്ങനെ അവൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയപ്പോഴേ നിനക്ക് എന്നോടൊരു വാക്ക് പറയായിരുന്നില്ലേ? എന്നിട്ടെന്തിനാ? അപ്പൻ്റെ കയ്യിലുണ്ടോ കാശ്? ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലേ ഞാൻ കൊടുത്തോളാം. എങ്ങനെ കൊടുക്കാൻ? ഇന്നലെ കൂടി പെട്രോൾ അടിക്കാൻ 200 രൂപ എൻ്റെ കയ്യിൽ വാങ്ങിച്ചത്. എടാ, കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവും. അപ്പനെന്നെ ഉപദേശിക്കാനൊന്നും വരണ്ട. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അയാളുടെ കാശ് ഞാൻ കൊടുത്തിരിക്കും. ആ ചേച്ചി, നിനക്കൊന്ന് വിളിച്ചിട്ട് വരാമായിരുന്നില്ലേ മോളെ? എന്റെ ചേച്ചി, ചേച്ചിയോട് ഒരു അത്യാവശ്യ കാര്യം പറയാനാ ഞാൻ വന്നത്. വിളിച്ചു കഴിഞ്ഞാ
ആ കാര്യം ഫോണിൽ പറയേണ്ടി വരും. അത് ഫോണിൽ കൂടി പറയേണ്ട കാര്യമല്ല. അതാ ഞാൻ വിളിക്കാതിരുന്നത്. എന്തു പറ്റി? വാ, നീ അകത്തേക്ക് വാ മോളെ, വാ. അയ്യോ ചേട്ടാ, എന്ത് പറ്റി? പിടിക്ക്, ആ കൈ പിടിക്ക്. എന്തെങ്കിലും പറ്റിയോ? എന്താടോ താൻ ചാകാൻ ഇറങ്ങിയിരിക്കാനാ? സോറി, ഞാൻ അറിയാതെ തെറ്റുപറ്റി. അറിയാതെയോ? താൻ മനഃപൂർവ്വം വണ്ടിക്ക് വട്ടം ചാടിയതാ. അങ്ങനെ ചാടാൻ തനിക്ക് എന്റെ വണ്ടിയെ കിട്ടിയുള്ളോ? ക്ഷമിക്ക് സാറേ, പറ്റിപ്പോയി. ഓ, എന്റെ കൈയും കാലും വരച്ചു പോയി. ഓരോരുത്തരും വരെ ഇറങ്ങിക്കോളും മനുഷ്യന്റെ മെനക്കെടുത്താൻ. എന്താ, എന്ത് പറ്റിയതാ? വണ്ടി ഇടിച്ചാണോ? എന്റെ പൊന്നു സഹോദര, സംസാരിച്ച് അങ്ങനെ ആക്കരുത്. വണ്ടി ഇടിച്ചതല്ല, ഇയാള് വന്നെന്റെ വണ്ടിയിൽ ഇടിച്ചതാ. ആ, വണ്ടിക്ക് വട്ടം ചാടിയതാണെന്നേ. അതെ, എന്റെ തെറ്റാ. ഞാൻ ശ്രദ്ധിക്കാതെ റോഡ് ക്രോസ് ചെയ്തപ്പോ പറ്റിയതാ. സാറ് പൊക്കോ. ഉത്തരവ്. ഇനിയെങ്കിലും നോക്കി നടക്ക്, ഇല്ലെങ്കിലേ മറ്റുള്ളവർക്ക് പണിയാവും. എന്താ ഏട്ടാ? തല നേരിയതായിട്ടൊരു വേദന. തല റോഡിൽ മുട്ടിയായിരുന്നോ? എന്തേട്ടാ, ഹോസ്പിറ്റലിൽ പോണോ? എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാ മതി, മാറിക്കോളും. വാ ചേട്ടാ, അങ്ങോട്ടിരിക്കാം. എന്നിട്ടൊരു സോഡ വാങ്ങി കുടിക്കാം. ഓ, വളരെ ഉപകാരം. എന്താ പേര്? ബെന്നി. എങ്കിൽ ബെന്നി പോയിക്കോ. ഞാനിവിടെ കുറച്ചേരം ഇരുന്നിട്ട് പോയിക്കോളാം. തല നേരിയ വേദനയുണ്ടേ. എങ്കിൽ നമുക്ക് ആശുപത്രി പോയിട്ട് പോവാൻ ചേട്ടാ. ഞാൻ വരാൻ കൂടെ. വേണ്ട, അത് കുറച്ച് കഴിഞ്ഞാൽ മാറിക്കോളൂ. ചേട്ടൻ നിസ്സാരമായിട്ട് കാണരുത്, തലയെ മുട്ടിയേക്കണത്. ഞാൻ എന്താ ഒരു ഓട്ടോ വിളിച്ചോണ്ട് പോരാ. ബെന്നിക്കത് ബുദ്ധിമുട്ടാവില്ലേ? ഏയ്, ഇതൊക്കെ എന്ത് ബുദ്ധിമുട്ടി ചേട്ടാ? നാളെ എനിക്കും ഇങ്ങനെ വരാൻ പാടില്ലായിരിക്കില്ലല്ലോ. വാ ചേട്ടൻ വന്നേ. എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറ വരെ ഞാൻ കാരുണ്യം കാണിക്കും. നിയമാവർത്തനം 5-ാം അധ്യായം 10-ാം വാക്യം. എടി, നിനക്ക് ആ ബസ്സിനിങ്ങ് പോന്നേരത്തെ ആ ബെന്നിയേം കൂട്ടി 2 വീലറിനിങ്ങ് പോന്നാ പോരായിരുന്നോ? ചേട്ടന് അത്യാവശ്യമായിട്ടെ ഓഫീസിൽ പോകേണ്ട കാര്യമുണ്ടായിരുന്നു. അല്ല, ഈ അത്യാവശ്യ കാര്യം എന്ന് പറഞ്ഞ എന്താ? അത് ചേച്ചി ഞങ്ങളൊന്ന് സഹായിക്കണം. ആ കുരിശുപള്ളി കവലയില് സ്ഥലം മേടിക്കാൻ കാശ് തികയാതെ വന്നപ്പോ ചേട്ടന്റെ കൂട്ടുകാരന്റെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നു. അതിപ്പോ പുള്ളിയുടെ മകളുടെ അഡ്മിഷന് വേണ്ടി വേണം. കഴിഞ്ഞ ദിവസം ചേട്ടന്റെ കൂട്ടുകാരൻ അത് തിരിച്ചു ചോദിച്ചിരുന്നു. ചേച്ചി, ക്യാഷ് ഇല്ലെങ്കിൽ സ്വർണമായിട്ടെങ്കിലും. ഓ, അതാണോ കാര്യം? നിനക്കിത് എന്നോടൊന്ന് നേരത്തെ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ആ മാല എങ്ങനെയെങ്കിലും ഞാൻ ജിൻസമ്മോന്റെ കയ്യിൽ കൊടുത്തു വിട്ടേനല്ലോ. ആ 3.5 പവന്റെ മാല ഞാൻ അങ്ങനെ ഇടാറൊന്നുമില്ല. അത് നീ കൊണ്ടുപോയിക്കോ. ആ, നീ വെള്ളം കുടിക്കേ. കർത്താവ് തൻ്റെ ഭക്തരെ കടാക്ഷിക്കുന്നു. മനുഷ്യൻ്റെ ഓരോ പ്രവൃത്തിയും അവിടുന്ന് അറിയുന്നു. പ്രഭാഷകൻ 15-ാം അധ്യായം 19-ാം വാക്യം. ആ ഹലോ ചേട്ടാ, ഞാനിവിടെ ചേച്ചിയുടെ വീട്ടിലാ. എന്നിട്ട് ചേച്ചി എന്ത് പറഞ്ഞു? ചേച്ചിയുടെ മാല തരാന്ന് പറഞ്ഞ ചേട്ടാ. അത് 3.5 പവനുണ്ട്. ആ, അത് മതി.
നമുക്ക് കോപ്പറേറ്റീവ് ബാങ്കിലെ ജോസഫ് സാറിനോട് സംസാരിച്ച് നോക്കാം. ഒരു 1.5 തരുമായിരിക്കും. നീ എപ്പോഴാ പോരുന്നേ? ഞാനിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങും ചേട്ടാ. ഇതാ ഞാൻ ചേച്ചിക്ക് കൊടുക്കാം. ആ ബെന്നി, സുഖം തന്നെയല്ലേ? ആ അതെ ചേച്ചി. ചേച്ചി അത് പിന്നെ അത്യാവശ്യമായതുകൊണ്ടാട്ടോ. അത്യാവശ്യത്തിനുള്ളതാണല്ലോ ഇതെല്ലാം. ആ പിന്നെ ബെന്നി, ഇവിടുന്ന് ഊണ് കഴിഞ്ഞിട്ട് ഇറങ്ങുള്ളൂ ട്ടാ. ആ ശരി ചേച്ചി. ആ എന്നാ ശരിയെന്നാ. ആഹാ. ദാ നിന്നെ വിളിച്ചോളാന്ന് പറഞ്ഞ്. ഇന്നാ ദേ ഇത് 3.5 പവനുണ്ട്. മോളെ നീ അത് കഴുത്തിലിട്. ദാ നോക്കിയേ, ഇതുപോലൊന്ന് വാങ്ങിത്തരാൻ പറ ബെന്നിയോട്. നല്ല കാര്യായി. ഉണ്ടെങ്കിൽ പാവം വാങ്ങിത്തരും. ഇപ്പൊ ഇത്തിരി ടൈറ്റാ ചേച്ചി. അതൊക്കെ ശരിയാവും. നീ വാ, ഞാൻ ചോറെടുക്കാം. രാവിലെ ചേട്ടൻ വാങ്ങിക്കൊണ്ടെന്നേ നല്ല ചെറുമീൻ കറി വെച്ചതുണ്ട്. വാ. മാഡം, ഇവിടെ അടുത്തൊരു ഹെൽത്ത് സെൻ്റർ ഉണ്ടല്ലോ, അതെവിടെയെന്നറിയോ? ആ സെൻറ്റ് ജോസഫ് കോൺവെൻറ്റ് കഴിഞ്ഞിട്ട് മുന്നിലോട്ട് പോകുമ്പോഴാണെന്നാണ് പറഞ്ഞത്. അവിടെയൊക്കെ ഒരു പാലം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ കുറച്ചും കൂടി പോന്നിട്ട് ഞാൻ ആ പാലമൊന്നും കണ്ടില്ല. ആ അതിവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ടങ്ങ് പോയാ മതി. ആ ശരി. അവിടുത്തെ കണ്ണുകൾ മനുഷ്യന്റെ വഴികളിൽ പതിയുന്നു. അവൻ ഓരോ അടിവെക്കുന്നതും അവിടുന്ന് കാണുന്നു. ജോബ് 34 അധ്യായം 21 വാക്യം. വാ ഇറങ്ങാം. ആ ഇറങ്ങിക്കോട്ടെ. അപ്പൊ പ്രദീപ എത്രയായി? ഓ അതിപ്പോ ചേട്ടൻ എത്രയാന്ന് വെച്ചാൽ തന്നാ മതി. അത് ഞാൻ കൊടുത്തോളാം ചേട്ടാ. ഇതാ. അപ്പം പോട്ടെ ചേട്ടാ. ഓ ആ ശരി. ആ ശരി. അല്ല, ബെന്നി വേണമെങ്കിൽ ഇതിൽ തന്നെ പൊക്കോ. ഇല്ല, ഞാൻ ചേട്ടനെ വീട്ടിലാക്കിയിട്ടേ പോകുന്നുള്ളൂ. ഓ നിങ്ങൾ പോകണം. ഇവിടുന്ന് ഒത്തിരി ഉണ്ടോ ചേട്ടാ നടക്കാൻ? കുറച്ച് നടന്നാ മതി. ഈ മതിൽക്കെട്ടിനപ്പുറത്താ. എല്ലാം ശരിയാവും ചേട്ടാ. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഏതായാലും ഒന്നും സംഭവിക്കാഞ്ഞത് ഭാഗ്യായി. എന്നിട്ട് മരുമോനോടൊക്കെ പണം റെഡിയായോ? എൻ്റെ ഒരു ചങ്ങാതിയാ. അവനിപ്പോ ഇവിടെയല്ല താമസം, ആ ഗാന്ധിനഗറില. അവനെ കാണാൻ പോയിട്ട് വരുന്ന വഴിയാ. 2 ദിവസം കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞിരിക്കുക. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് ഇതുപോലൊരു കുഴപ്പത്തിലാണ്. അത് പിന്നെ വഴക്കൊന്നുമില്ല. അവൻ്റെ മോളുടെ ഒരു അഡ്മിഷൻ്റെ കാര്യമായി ബന്ധപ്പെട്ട ഇപ്പം അവന് പണം വേണ്ടത്. അല്ല, ഞാൻ കൊടുക്കാനുള്ളതാണേ. എനിക്ക് സ്ഥലം മേടിക്കാൻ ഹെൽപ്പ് ചെയ്ത അവൻ. ഭാര്യ അവളുടെ ചേച്ചിയോട് ചോദിക്കാൻ പോയിരിക്കുകയാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ അവൾ വിളിച്ചിരുന്നു. ചേച്ചി സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ കുറച്ച് സ്വർണം പണയം വെക്കാനേ. അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് കരുതിയിരിക്കായിരുന്നു ഞാൻ.
ചേട്ടൻ വാ. ഇതവനാണല്ലോ. എടാ എടാ നിർത്തി 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 നിർത്തി. എന്തേട്ടാ? അതെ, നിന്റെ അപ്പനെന്താ ആക്സിഡന്റ് പറ്റി. എപ്പോ? എവിടെ വെച്ച്? നീ പേടിക്കൊന്നും വേണ്ട. ആളെ ആശുപത്രി കൊണ്ടുപോയിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ വെച്ചാൽ ഞാൻ കാണുന്നതേ. കൂടെ ഒരാളുണ്ടായിരുന്നേ, നിങ്ങളുടെ ബന്ധുവായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. അയാൾ വഴിക്ക് വെച്ച് ആക്സിഡൻ്റ് നടന്ന സ്ഥലത്ത് വെച്ച് ഹെൽപ്പ് ചെയ്യാൻ കൂടെ വന്ന ആളാണെന്നാണ് സംസാരിച്ചത് എന്ന് എനിക്ക് മനസ്സിലായത്. അവരെ വീടിൻ്റെ അടുത്ത് ഇറക്കി വിട്ടിട്ടാണ് ഞാൻ വരുന്നത്. എടാ നീയൊന്നും വരേണ്ട മട്ടുണ്ടല്ലോ, പേടിക്കാനൊന്നുമില്ലടാ. ആള് നടന്ന വീട്ടിലേക്ക് പോയത്. ഞാൻ പിന്നെ നിന്നെ കണ്ടപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോഴത്തെ കാലത്തെ ഇങ്ങനെയൊക്കെ സഹായിക്കുന്ന ആളുകൾ കാണുന്നത് അപൂർവമുള്ളൂ. വെള്ളിയുടെ മാറ്റ് മൂശയിലൂടെയും സ്വർണത്തിൻ്റെ മാറ്റ് ചൂളയിലൂടെയും എന്ന പോലെ മനുഷ്യൻ്റെ മാറ്റ് അവന് ലഭിക്കുന്ന പ്രശംസയിലൂടെ നിർണയിക്കപ്പെടുന്നു. സുഭാഷിതങ്ങൾ 27-ാം അധ്യായം 21-ാം വാക്യം. എന്താ ശരി, ഞാൻ പോട്ടെ. ശരി ഏട്ടാ. ആ ഇത് എൻ്റെ മരുമോന ജോൺസൺ. ആ ജോൺസൺ ബെന്നിയെ അറിയാൻ വഴിയില്ല. ഞാൻ ഇന്നാ ബെന്നിയെ പരിചയപ്പെട്ടത്. ചേട്ടന് ചെറിയൊരു ആക്സിഡന്റ് പറ്റി. എപ്പോ, എവിടെ വെച്ച്? എന്നിട്ടെന്താ അപ്പൻ എന്നെ വിളിക്കാഞ്ഞത്? അതത്ര വലിയ ആക്സിഡൻ്റ് ഒന്നുമല്ല. അങ്ങനെ അവിടുന്ന് കൂടിയതാ ഞാൻ. ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ശരീരവേദനയ്ക്ക് കുറച്ച് മരുന്ന് തന്നിട്ടുണ്ട്. പിന്നെ ജോൺസന്റെ പണം ഞാൻ 2 ദിവസത്തിനുള്ളിൽ തരാം. പണം റെഡി ആയിട്ടുണ്ട്. എൻ്റെ അപ്പ, അന്ന് ഞാൻ പറഞ്ഞതൊക്കെ അങ്ങനെ അപ്പം മറന്നു കളഞ്ഞേക്ക്. കുറച്ച് സാമ്പത്തിക ടൈറ്റ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു പോയതാ. അത് പറയാനാണ് ഞാൻ ഇപ്പം ഇവിടെ വന്നത്. അപ്പം അതേ പൂട്ടിയിട്ടേക്ക്. അപ്പനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അത് ഞാൻ പോയപ്പോ ഫോൺ എടുക്കാൻ മറന്നുപോയതാ. അതെനിക്ക് മനസ്സിലായി. ഞാൻ വിളിച്ചപ്പോൾ അകത്ത് ഫോൺ റിങ്ങിന് ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ ബെന്നി വളരെ ഉപകാരപ്പെട്ടാ. ബെന്നിക്ക് ഒരു ചായ തരാന്ന് വെച്ചാ വൈഫ് ഇവിടെ ഇല്ലേ, മകളുടെ അടുത്താ. എൻ്റെ വീട്ടിലേ. ഓ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. അപ്പ എന്താ എന്താ പറ്റിയത്? ഒന്നുമില്ലടാ. പേടിക്കാനൊന്നുമില്ല മോനെ. ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ബെന്നി. എടാ, ആക്സിഡന്റ് നടന്ന സ്ഥലത്തു നിന്നേ അപ്പനെ ആശുപത്രി കൊണ്ടുപോയതും ഇതാ ഇവിടെ കൊണ്ടുവന്നാക്കിയതും ഇയാളാണ്. താങ്ക്സ് ചേട്ടാ. പിന്നെ അളിയന്റെ എടാ, എന്റെ കാശിന്റെ അറിയില്ലേ, അതങ്ങനെ വിട്ടുകളടാ. എടാ, ഞാൻ അന്നേരത്തെ ഒരു അവസ്ഥയിലത് അങ്ങോട്ട്. ഒരു മിനിറ്റ്, എൻ്റെ ഭാര്യയാ. ഇത് പിടിച്ചേ. റീത്ത ചേട്ടാ, ആ പരുത്തിച്ചിറ റോട്ടി വെച്ച് എന്റെ മാല പൊട്ടിച്ചു ചേട്ടാ. ഒരാള് 2 വീലറിൽ വന്ന് വഴി ചോദിച്ചു നിന്നിട്ട് എന്റെ മാല പൊട്ടിച്ചുണ്ടോ ചേട്ടാ. നീ ഇപ്പൊ എവിടെയാ? ഞാൻ ആ വഴി കൂടി നടക്കേട്ടാ. വേഗം വായേട്ടാ. ഞാൻ എന്താ വരുന്നു, നീ അവിടെ നിക്ക്. എന്താ ബെന്നി? എന്റെ ഭാര്യയുടെ മാല ആ പരുത്തിച്ചോട് റോട്ടിൽ വെച്ച് ഒരാൾ പൊട്ടിച്ച് 2 വീലറിൽ കടന്നു കളഞ്ഞൂന്ന്. ഈശ്വര. ഞാൻ പോട്ടേട്ടാ. ബെന്നി, ഒന്നവിടെ നിന്നേ. എടാ, നീയും കൂടെ ചെല്ലടാ.
വേഗം ചെല്ലടാ. വായോ. ചേട്ടാ എന്നെ വേണമെങ്കിൽ ചേട്ടൻ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാം. അളിയൻ്റെയും അപ്പൻ്റെ മുമ്പിൽ വെച്ച് പറയാൻ പറ്റാഞ്ഞിട്ടാ. ആ ചേച്ചിയുടെ മാല മോഷ്ടിച്ചത് ഞാനാണ്. എന്നോട് ക്ഷമിക്കണം. റീത്ത, മാല കിട്ടി. നീ വിഷമിക്കാതിരി, ഞാനിപ്പോ വരാം. എൻ്റെ മോനെ, നിന്റെ അപ്പനുമായിട്ട് എനിക്ക് കുറച്ചു നേരത്തെ പരിചയമുള്ളൂ. ആ കുറച്ചു നേരത്തെ പരിചയം കൊണ്ട് പറയുക, അങ്ങനെ ഒരു അപ്പൻ്റെ മകന് ഇങ്ങനെ പശ്ചാത്തപിക്കാതിരിക്കാൻ പറ്റില്ല. നീ നിന്റെ തെറ്റ് തിരുത്തിയല്ലോ. മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത്. അവൻ ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കുവാൻ, എന്തെങ്കിലും സമ്പാദിക്കുന്നതിനു വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായി ജോലി ചെയ്യട്ടെ. എഫേസോസ് 4:28 നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.